നമസ്കാരം. സഖാവ് എം.എ. ബേബി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകുന്നത് കണ്ടിട്ട് കുരു പൊട്ടിപ്പോയ മൂരിക്കുഞ്ഞുങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർക്കും PR പണിയായിട്ട് തോന്നിയതിന് ഒരു ഉജ്ജ്വല പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. തലസ്ഥാനത്തെ CPM നേതാവായിട്ടുള്ള IP ബിനുവിൻ്റെ ഒരു പ്രതികരണമാണ് കേൾക്കാനിടയായത്. അതായത് കഴിച്ച പാത്രം കഴുകുന്നത് കണ്ടിട്ട് PR പണിയാണെന്നും അത് ഇടതുപക്ഷത്തിൻ്റെ കനകോലുമായിട്ടുള്ള നികേഷ് കുമാർ പറഞ്ഞിട്ടാണ് പാത്രം കഴുകി എന്ന തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ CPM ക്യാമ്പുകളെ സംബന്ധിച്ച് അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം പാത്രം കഴുകുന്നത്, ഇടുന്ന വസ്ത്രം ധരിക്കുന്നത്, ഇതൊക്കെ സംബന്ധിക്കുന്നിടത്തോളം സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇതൊക്കെ ചെയ്യാത്ത വീടുകളെ സംബന്ധിക്കുന്നിടത്തോളമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവർക്കാണല്ലോ ഇത് കാണുമ്പോൾ PR വർക്കായിട്ട് തോന്നുന്നത്. അതിനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് IP യുടെ ഒരു യമണ്ടം പ്രതികരണം പുറത്തേക്ക് വന്നത്. കാര്യം പുള്ളി തന്നെ M.A. ബേബിയെ പലപ്പോഴും AKG സെൻറ്ററിൽ വെച്ചൊക്കെ കണ്ട സന്ദർഭത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നു മുതലുള്ള സ്വഭാവമെന്നും ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ അതിനെ കൂടുതൽ സ്ഥിരീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും എല്ലാവരും അവർ ഭക്ഷണം കഴിച്ചാൽ ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ഇപ്പോഴിത് PR ആണെന്ന് വിശ്വസിക്കാനായിട്ട് മുരിക്കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയാണ് IP പറഞ്ഞു വെച്ചിട്ടുള്ളത്. നാട് കേൾക്കേണ്ടതുണ്ട്. ഞാൻ മുന്നിലേക്ക് വന്നിരിക്കുന്നത് 2 ദിവസമായി നവമാധ്യമങ്ങളിലും ഒക്കെ തന്നെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള M.A. ബേബിക്കെതിരെ സൈബർ ബുള്ളിംഗ് നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിലുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, സ്വന്തമായി പാത്രം കഴുകുന്നത് ഒരു അപരാധമാണ്. ഈ പറയുന്നത് സ്വന്തമായി ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വന്തമായി കഴുകില്ല. ഇത് ഏത് ലോകത്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ സമൂഹത്തിൽ സ്വന്തമായി ധരിക്കുന്ന വസ്ത്രവും അതുപോലെ തന്നെ സ്വന്തമായി ആഹാരം കഴിച്ച ശേഷമുള്ള പ്ലേറ്റും കഴുകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അത് ബേബി സോനെ സംബന്ധിച്ചോളം എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. 2002 AK സെൻറ്ററിൽ ഒരു വർഷക്കാലം ഞാൻ താമസിക്കുന്ന അവസരമുണ്ട്. ആ സമയത്ത് അവിടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവർ ആ പാത്രം ഗ്ലാസും സ്വന്തമായി കൈ തന്നെ വെക്കണം. അങ്ങനെ അത് പിണറായി സാവായാലും ശരി തന്നെ, അത് കോടതി സാവായാലും ശരി തന്നെ, M.A. ബേബി സാവായാലും ശരി തന്നെ, അത്തരത്തിലാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ബേബി സാവിനെ സംബന്ധിച്ചോളം ബേബി സാവ് വേണ്ടപ്പെട്ട സാഹചര്യം വീട്ടിലെ ഭക്ഷണം പോവുകയാണെങ്കിൽ അല്ല ആഹാരം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിച്ച പാത്രം സ്വന്തമായി കഴുകുന്ന ഒരു ശീലം പണ്ടേ ഉള്ളതാണ്. അത് എല്ലാവർക്കും ഏറെ കൂടെ അറിയാവുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ സമൂഹത്തിൽ വലിച്ചിഴച്ച് വ്യക്തിഹത്യ ചെയ്യുന്നതിനുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്, നിങ്ങൾ ഈ പ്രചരണം നടത്തുന്ന സൈബർ പോരാളികൾ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിലെ ആളുകൾ, നിങ്ങൾ ആദ്യം സ്വന്തമായി ധരിക്കുന്ന വസ്ത്രവും സ്വന്തമായി കഴിക്കുന്ന ആഹാരവും കഴിച്ച ശേഷമുള്ള പാത്രവും കഴുകാൻ ശീലിക്കുക. ആദ്യം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് മതി നാട്ടിൽ പൊതുപ്രവർത്തനം നടത്താൻ വേണ്ടി ഇറങ്ങേണ്ടത്. എന്തേ? അതെ, സ്വന്തം വീട്ടിൽ നിന്ന് വേണം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ. അതായത് വീട്ടിലുള്ള സ്ത്രീകളെ കൊണ്ടാണ് കഴിക്കുന്ന പാത്രം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഉടുക്കുന്ന വസ്ത്രം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ വീട്ടിലെ സകലമാന ജോലികൾ ചെയ്യിപ്പിക്കേണ്ടത് എന്ന് കരുതുന്ന ലീഗിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പൊതുപ്രവർത്തനം ആദ്യം വീട്ടിൽ നിന്ന് വേണം ആരംഭിക്കാനായിട്ട്. കാര്യം നിങ്ങൾക്കിതൊക്കെ പരിചിതമല്ലാതെ പോയത് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ എത്രത്തോളം പരിഗണന കൊടുക്കുന്നുണ്ട്, അവരെ അടിമയാക്കിയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പുരുഷൻ്റെ സകലമാന ജോലികളും ചെയ്യേണ്ട ഒരു അടിമക്കണ്ണാക്കിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നു എന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്. കാര്യം അനുഭവമാണല്ലോ പലരെ കൊണ്ടും പല പ്രതികരണങ്ങൾ നടത്തിക്കുന്നത്. അതുകൊണ്ട് ഇവരോടെയൊക്കെ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് ആലോചിച്ചു പോകുന്നത്. കാര്യം ഇതൊക്കെ ചെയ്യുന്നത് അത്ഭുതമാണെന്നും വീടുകളിൽ ഉൾപ്പെടെ ഭക്ഷണം കഴിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോയി പാത്രം കഴുകുക എന്ന് പറയുന്നത് ചെയ്ത് ശീലിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ഇതുവരെ സ്വന്തം എച്ചിൽ പാത്രം അല്ലെങ്കിൽ സ്വന്തം ഭക്ഷണം കഴിച്ച പാത്രം കഴുകിയിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്യാനേ പോകുന്നില്ല. അവിടെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ വസ്ത്രം കഴുകിയിട്ടില്ലെങ്കിൽ കൊണ്ടുവന്ന് ഊരി എറിയത്തേ ഉള്ളൂ. ഒരിക്കലും അത് കഴുകണമെന്ന് സ്വയം തോന്നത്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടും നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് യോഗ്യരല്ല എന്നും ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻ്റാണ് ഈ കാണുന്നത്. ആദ്യം സ്വന്തം വീട്ടിൽ വീട്ടുകാരെ സഹായിച്ച് വേണം പൊതുപ്രവർത്തനം ആരംഭിക്കേണ്ടത്. കാര്യം നമ്മുടെ ഒപ്പം നിൽക്കുന്ന മനുഷ്യരെ സഹായിക്കലാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ ആ ഒരു പട്ടികയിൽ പെടുത്തി തുടങ്ങിയാലേ നമുക്ക് എന്ത് വരുള്ളൂ? ഉള്ളിൽ ഈ സഹാനുഭൂതി, അനുകമ്പ എന്നൊക്കെ പറയുന്നത് വീട്ടിൽ തോന്നാത്ത കാര്യം ഒരിക്കലും നാട്ടിലുള്ള ഒരു വ്യക്തിയുടെ അടുത്തും തോന്നാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം
ഇങ്ങനെ അതിനെ ഒരു പരിഹാസമായി കൊണ്ട് നടക്കുന്ന വിടുവായന്മാർ അല്ലെങ്കിൽ ലീഗ് വളർത്തിക്കൊണ്ടുവരുന്ന മൂരികൾ ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ ഉപദേശം കൊണ്ടൊന്നും നന്നാവില്ലെന്നറിയാം. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെയാണല്ലോ ലീഗിൻ്റെ തീപ്പൊരികൾ, ലീഗ് വളർത്തിക്കൊണ്ടുവരുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ നിലവാരം എന്താണെന്ന് ആ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുന്നുണ്ട്. അതിന് കൃത്യമാണ് IP പറഞ്ഞു വെച്ച മറുപടി എന്ന് തന്നെ പറയേണ്ടി വരികയാണ്.